ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൈഡിൽ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചെറിയ യാത്രയാണ് പോകണം. ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തു നിന്നും കേരളത്തിൽ നിന്ന് മുംബൈ CSTയിലേക്ക് പോകുന്ന ഏക ട്രെയിനായ തിരുവനന്തപുരം മുംബൈ CSMT വീക്ക്ലി എക്സ്പ്രഷനാണ് യാത്ര. ഇന്ന് നമ്മുടെ ട്രെയിന് ഹോൾ ചെയ്യാൻ പോകുന്നത് EDLSൻ്റെ 37319 ആണ്. ലോക്കോ ചാർജ് എടുത്തു. സമയം ഇപ്പോൾ 4:12 4:25 പുറപ്പെടും. ഞാൻ സ്റ്റേഷനിലേക്ക് എത്താൻ ലേറ്റായി. നമുക്ക് പെട്ടെന്ന് എൻ്റെ കോച്ച് തപ്പിപ്പോവാം. ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് മുംബൈ CSMTയിലേക്കുള്ള ഏക വണ്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ച് A2. 3 tier ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്തിട്ട് അതുകൊണ്ട് 2 tier മാത്രം ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനങ്ങ് ബുക്ക് ചെയ്തു. 233-237 ആണ് നമ്മുടെ കോച്ച്. ബുക്ക് ചെയ്തപ്പോഴും കൺഫേംഡ് സീറ്റായിരുന്നെങ്കിൽ എനിക്ക് സീറ്റ് നമ്പർ കിട്ടിയതാണ്. സീറ്റ് നമ്പർ ഇന്നലെ ചാർട്ടായപ്പോഴാണ് വന്നത്. അപ്പോൾ സൈഡ് അപ്പർ ബർത്താണ്. എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു ബർത്താണ് ഈ സൈഡ് അപ്പുറം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറിയേക്കാം. ഇതിൽ തിരക്കുള്ള വണ്ടിയൊന്നും നല്ലത് മൊത്തം കട്ട് ടിക്കറ്റുകളാണ്. ഈ അപ്പർ ബർത്താണ് എൻ്റെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഓൾറെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 4:24. അതിൻ്റെ താമസം നമ്മൾ പുറപ്പെടും. ഞാൻ ജസ്റ്റ് പോയി ഒരു ചായയൊക്കെ മേടിച്ചിട്ടിങ്ങ് വന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമൊന്നുമില്ല. ആ ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങളുള്ളൂ, വേണ്ട. അങ്ങനെ കൃത്യം 4:25 നമ്മൾ അനങ്ങി തുടങ്ങി. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 നല്ലൊരു ശതമാനം ഈ റീഡെവലപ്മെൻറ്റ് വർക്കിന് വേണ്ടി അടച്ചു കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ സത്യം പറഞ്ഞാൽ വലിയ സ്പേസ് ഒന്നുമില്ല. ആണ് മെയിൻ എൻട്രൻസ്. ഇപ്പോഴും എൻട്രൻസ് ഇതുവരെ അടച്ചിട്ടില്ല. ഇതിന് എപ്പോഴാണോ അടച്ചിടാൻ പോകുന്നത്. ഇവിടെ ബേസ് കിച്ചൺ ഉണ്ട്. പഴയ തലശ്ശേരി കിച്ചൺ ഉണ്ടായിരുന്നൊക്കെ പോയി, അതൊക്കെ അടച്ചു. അവിടെ ഫുഡ് ട്രാക്കിനുള്ള സ്ഥലം മുഴുവൻ അവർ അടച്ചു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അടച്ചു കിട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എനിക്കൊന്ന് വർക്കല സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഞാൻ നോക്കിയില്ല. എന്തായാലും നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും ഏകദേശം കായംകുളം എത്തും. പിന്നെ അതുവരെ കിടന്ന് ഉറങ്ങാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നമ്മൾ പേട്ട സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഞാനിപ്പോൾ ഇത് എന്താ പറയുക, ഈ ട്രെയിനിനെ പറ്റി ഒരു ചെറിയൊരു ഹിസ്റ്ററി തരാൻ വേണ്ടി വന്നതാണ്. ഹിസ്റ്ററി അല്ല, മുംബൈ CSMTയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഏക ട്രെയിനാണ് ഈ വണ്ടി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വണ്ടി എല്ലാ ശനിയാഴ്ചകളും രാവിലെ 4:25 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം, അതായത് ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി മുംബൈ CSMTയിൽ എത്തുന്ന പോലെയാണ് ഈ വണ്ടിയുടെ സ്കെഡ്യൂൾ. ഏകദേശം 38.5 മണിക്കൂർ ട്രാവലുണ്ട് ഈ വണ്ടിക്ക്. ഈ റൂട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വണ്ടികളിൽ ഏറ്റവും സ്ലോവസ്റ്റ് വണ്ടിയാണത്. ഇതിനെക്കാട്ടും നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുന്നത് ഏകദേശം 34 മണിക്കൂറോ മറ്റോണ് എടുക്കുന്നത്. 34-32 മണിക്കൂർ അങ്ങോട്ട് നേത്രാവതി എടുക്കുന്നത്. ഇവന് ഏകദേശം 38 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ റൂട്ട് തന്നെയാണ്. ഈ ട്രെയിൻ ഇവിടുന്ന് പോകുന്നത് ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, തിരുപ്പത്തൂർ, കൃഷ്ണരാജപുരം, ധർമ്മവരം, ഗുണ്ടക്കൽ, റായ്ചൂർ, അങ്ങനെ റായ്ചൂർ, വാടി, സോളാപൂർ, ദൗണ്ട്, പൂനെ, അങ്ങനെയാണിത് മുംബൈയിലേക്ക് ചെല്ലുന്നത്, പഴയ റൂട്ട്. അപ്പോൾ പൂനെയിലേക്ക് പോകുന്നത്, കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന ആൾക്കാർക്കുള്ള ഒരു വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. മുംബൈയിലേക്ക് ഈ വണ്ടിയിൽ അങ്ങനെ ആരും പോകാറില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇതിൻ്റെ പാട്ടായിട്ട് നമ്മൾ പോകുന്നതിനാണ് പറയാറ് ഈ വണ്ടിയിൽ നിന്ന് മുംബൈക്ക് പോകാറില്ല. ഈ വണ്ടി ഇന്ന് ഈ വീഡിയോന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് യൂട്യൂബിൽ തപ്പി ഈ വണ്ടിയുടെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ മുംബൈ CSMTയിലേക്കുള്ള ഏക വണ്ടിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസ് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്ക് എന്നാൽ പിന്നെ പതുക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് ചെയ്തേക്കാൻ തോന്നി. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി മുംബൈ CSMT യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്. ഏപ്രിൽ പകുതിയോടുകൂടി ഈ വണ്ടി ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ മുംബൈ CSMTയിലേക്കുള്ള ഏക വണ്ടി എന്നുള്ള ഖ്യാതിയും ഈ വണ്ടിക്ക് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ.
നമ്മളിപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു പാർട്ട് ഡേ 1, ഒരു പാർട്ട് ഡേ 2, അങ്ങനെ 2 വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ പോയത് പക്ഷേ അങ്ങോട്ട് ഉറക്കം വന്നില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബർത്ത് ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ A1ലേക്ക് മാറി. A2ന്ന് എൻ്റെ സീറ്റ് A2ലായിരുന്നു. A2ന്ന് A1ലേക്കൊന്ന് മാറി. A1ൽ എനിക്കൊരു സൈഡ് ലോവർ ബർത്ത് കിട്ടി. A2ൽ സൈഡ് അപ്പറായിരുന്നു. അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയിൽ ഒരാൾക്ക് മാത്രം A1ഉം ബാക്കി എല്ലാവരും A2ലുമായിരുന്നു. അവർ പൂനെ വരെ ഉണ്ട്. മുംബൈ അല്ല, പൂനെ വരെ ഉണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാമോ എന്ന് വെച്ചപ്പോൾ എന്നെ ആദ്യം നോ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മാറി. ഒരു സൈഡ് ലോവർ ബർത്ത് കിട്ടി. സൈഡ് ലോവർ ബർത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ കുറേയൊക്കെ നമുക്ക് വാച്ച് ചെയ്യുന്നതല്ല, വിൻഡോയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതൊരു കമ്പാരിറ്റീവ്ലി പഴയ കോച്ചാണ്. ഇത് 2021 ബിൽറ്റ് കോച്ചാണ്. എൻ്റെ ഒറിജിനൽ കോച്ച് 2023 ബിൽറ്റായിരുന്നു. നമ്മളങ്ങനെ വർക്കല എത്തിയിരിക്കുകയാണ്. വണ്ടി ഓൺ ടൈമാണ്. ഇതാണ് വർക്കല സ്റ്റേഷൻ. ഇതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കോച്ച്. 211080 നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ്. കോച്ച് പുറത്തുനിന്ന് കണ്ടീഷൻ അല്പം മോശമാണ്, ഉള്ളിൽ വലിയ കുഴപ്പമില്ല. അപ്പോഴത്തെ കോച്ച് പുതുപുത്തൻ കോച്ചായിരുന്നു. ഇത്തിരി പഴയ കോച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ വർക്കലയിൽ നിന്ന് പുറപ്പെടുക. വണ്ടി അത്യാവശ്യം ഓൺ ടൈം, 1 മിനിറ്റ് വരെ ലേറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഫെയർലി ഓൺ ടൈം തന്നെയാണ്. അടുത്ത സ്റ്റോപ്പിന് കൊല്ലത്താണ്. 5:22 5:25 മിനിറ്റാണ് അടുത്ത ടൈം. ഇവിടെ വർക്കലയിലെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ പണി നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. സ്ട്രക്ചറിന് ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയൊക്കെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഫുഡ് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നേരത്തെ ഉണർന്നുകൊണ്ട് ഇപ്പം നേരത്തെ വിശക്കും. അപ്പോൾ ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വർക്കല കഴിഞ്ഞു. ഞങ്ങൾക്ക് കൊല്ലത്ത് ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ കാണിക്കാം. ഞാൻ ചിലപ്പോൾ ഉറങ്ങില്ല, കാര്യം എനിക്ക് ഇങ്ങോട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ ഉണർന്നിരിക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഉറക്കം വരാൻ പോകുന്നത് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇനി ഉറക്കം വരാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം AC സൂപ്പറാണ്. ചെന്നൈ തിരുവനന്തപുരം AC സൂപ്പർ. അങ്ങനെ കൊല്ലത്തെത്തി. അത് നല്ല തിരക്ക് കയറാണ്ടല്ലോ വണ്ടിയിലോട്ട്. നമ്മുടെ സ്റ്റാർട്ടറായി. അപ്പോൾ അങ്ങനെ കൊല്ലത്തുനിന്ന് എടുത്ത് വണ്ടി ഒരു അല്പം ലേറ്റാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം ലേറ്റാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ എയർ കോൺകോഴ്സിൻ്റെ. ഇനിയിപ്പോൾ ഇവിടെ അധികം താമസിയാതെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് വരും. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ആ കിടക്കുന്നത് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറാണ്. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പിന് കൊടുത്തിരിക്കുന്നത് കായംകുളത്താണ്. അപ്പോൾ നമുക്കിനി കായംകുളം എത്തിയിട്ട് കാണാം. അതിന് മുമ്പ് സൺറൈസ് ഉണ്ടാവുകയാണെങ്കിൽ, സൺറൈസ് ഉണ്ടാവാൻ സാധ്യതയില്ല, 5:30 ഉള്ളൂ. സൺറൈസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സൺറൈസ് മുതൽ നമുക്ക് വീണ്ടും കാണാം. നേരം വെളുക്കുന്നതിന് മുമ്പ് ആക്ച്വലി കുറേ ക്രോസിങ്സ് ഉണ്ട്, എല്ലാം മിസ്സാവും.
അപ്പോൾ നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 മലബാർ എക്സ്പ്രസ് ആണ് തോന്നുന്നു കിടക്കുന്നത്. ട്രിപ്പിൾ 261 ഈ റോഡിൻ്റെ മലബാർ എക്സ്പ്രസ് ആണ് അവിടെ കിടക്കുന്നത്. ഇതാണ് നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1. ഇപ്പോൾ നമ്മൾ വന്ന എല്ലാ സ്റ്റേഷനുകളിലും അത്യാവശ്യം നല്ലോണം തന്നെ ആൾക്കാർ കയറാണ് കേട്ടോ. ബാക്കിൽ AC കോച്ചസിലോട്ടൊക്കെ നല്ല തിരക്കുണ്ട്. വണ്ടി സോൾഡ് ഔട്ടാണ്. വീക്കിലി ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും കറങ്ങി ചുറ്റിയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും വണ്ടി സോൾഡ് ഔട്ടാണ്. ഇതിൽ കുറേയൊക്കെ ബാംഗ്ലൂർ ഇറങ്ങുന്ന ടിക്കറ്റ്സ് ഉണ്ടാവും. എല്ലാം ഒന്നും ബാംഗ്ലൂർ അല്ല. പക്ഷേ അപ്പം നമ്മളങ്ങനെ കായംകുളം സ്റ്റേഷനിലെത്തി. സമയം ഇപ്പോൾ 6:04. അല്പസമയത്തിനുള്ളിൽ ഡേ ബ്രേക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടതുപോലെ ഉണ്ട്. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ലേറ്റ്, 4-5 മിനിറ്റോളം ലേറ്റ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട് ടൈം ഞാൻ നോക്കി താഴെ കമൻട്രിയിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഞെട്ടലോടുകൂടി, ഒരു ജേർക്കോട് കൂടി നമ്മൾ കായംകുളം സ്റ്റേഷനിൽ നിന്നും യാത്ര പുറപ്പെടുകയായി. സമയം ഇപ്പോൾ 6:06. 2 മിനിറ്റ് ലേറ്റാണ്. ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഫുൾ ഡേയും നാളത്തെ ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ 2-ൽ നിൽക്കുമോ 3 എന്നുള്ളത് കണ്ടറിയണം കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ട് സഹകരിക്കണം. അപ്പോൾ കായംകുളം കഴിഞ്ഞു. ഇനി നമുക്ക് ഹരിപ്പാട് എത്തിയിട്ട് കാണാം. മീൻവെൽ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഹരിപ്പാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹരിപ്പാട് സ്റ്റേഷൻ. നമ്മളൊരല്പം നേരത്തെ എത്തിയായിരുന്നു. ഇവിടെ നമ്മൾ 6:19 പോകേണ്ടത്. ഇപ്പോൾ 6:21. ഇതുവരെ നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. എനിക്കൊന്ന് ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു ഗേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നോട്ട് ഷുവർ. എനിക്കൊന്ന് ഫ്രണ്ടിൽ പോകുന്ന ഏറനാട് ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. നമ്മുടെ തൊട്ട് ഫ്രണ്ട് ഏറനാട് പോകുന്നുണ്ട്. എനിക്ക് ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. മീനൽ 16315 മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. നമ്മൾ പുറപ്പെടായി. 16315 ഈ റോഡിൻ്റെ 39494 ആണ് ലോപ്പം. 16315 മൈസൂർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. ഇതിലൊരു മൈസൂർ തൃശ്ശൂർ വീഡിയോ നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. പ്ലാറ്റ്ഫോം എൻട്രിയോ പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ പ്ലാറ്റ്ഫോം എക്സിറ്റ് എങ്കിലും പിടിച്ചേക്കാം. ഇതാണ് ഹരിപ്പാട് സ്റ്റേഷൻ. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പോകേണ്ടവർ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഹരിപ്പാട് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ വെച്ച് സിംഗിൾ ലൈനാവും അറിയാമല്ലോ. ഇന്ന് ഏറനാട് നമ്മൾ തൊട്ട് ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ലേറ്റ് ആയത് ഇവിടെ. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ച് കയറുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഹരിപ്പാട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് നമുക്കുള്ളത് അമ്പലപ്പുഴയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ട്രെയിൻ ഒരു വളരെ ചെറിയ റേക്കാണ്. 6 സ്ലീപ്പർ ക്ലാസ് കോച്ചും എനിക്ക് തോന്നുന്നു 2 AC 2 tier, 2 AC 3 tier,
രണ്ടോ മൂന്നോ എക്കണോമി, 4 ജനറൽ, മൊത്തം 19 കോച്ചോ 20 കോച്ചോ കണ്ടേ ഉള്ളൂ. ഫുൾ സ്ട്രെങ്ത് 22 കോച്ചില്ല. ഇനി ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് മാറും ഇത് ഫുൾ 22 കോച്ച് ആകുമോ എന്നറിയില്ല. കാര്യം മുംബൈ CSMTയിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഈ ട്രെയിൻ ഇപ്പോൾ ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് മാറ്റുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മുംബൈ CSMTയിൽ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കണം, പ്ലാറ്റ്ഫോം ഷോർട്ടേജ് ഉണ്ട്. പിന്നെ അതുപോലെ ലോക്കൽ ട്രെയിനുകൾക്ക് സ്ലോട്ട്സ് മതിയാവുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രെയിൻ ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ അഡീഷണലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് LTTയിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഈ ട്രെയിൻ മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, ഇതേ സ്ലോട്ടിലോടുന്ന നാഗർകോവിൽ മുംബൈ CSMT എക്സ്പ്രസ്സുകൾ 2 ഉണ്ട്. ഒരെണ്ണം സേലം കാട്ട്പാടി അങ്ങനെ പോകുന്നവരെണ്ണോ, പിന്നെ ഒരെണ്ണം ട്രിച്ചി അരക്കോണം അങ്ങനെ പോകുന്നവർ. രണ്ടിൻ്റെയും ഇതേ സ്ലോട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഈ എല്ലാ വണ്ടികളും, ഈ 3 വണ്ടികളും കൂടി ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് മാറ്റുകയാണ് അവർ. അതേപോലെ ദാദർ എക്സ്പ്രസ്, തിരുനെൽവേലി ദാദർ എക്സ്പ്രസ് ഒരു വീക്ക്ലി ട്രെയിൻ ഉണ്ട്, പാലക്കാട് കൊങ്കൺ റെയിൽവേ വഴി പോകുന്നത്. ആ ട്രെയിൻ ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് മാറാണ്. ആ ട്രെയിൻ ഏപ്രിൽ മാസം മുതൽ അതിന് 22 കോച്ച് ആവുകയാണ്. അതിപ്പോൾ 16 കോച്ച് മറ്റുമാണ്. അത് ഏപ്രിൽ മാസം മുതൽ 22 കോച്ചായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ പാടശേഖരങ്ങളുടെ സൈഡിൽ കൂടെ ഓടി പോവുകയാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പായ അമ്പലപ്പുഴയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം തകഴിക്കടുത്തെത്തിയിട്ടുണ്ട്. തകഴി സ്റ്റേഷൻ വഴി റൺ ത്രൂ ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളങ്ങനെ അമ്പലപ്പുഴയിലേക്ക് എത്തുകയാണ്. നമ്മളിവിടെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ ആലപ്പുഴ ഭാഗത്തുള്ള വണ്ടിയുടെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയെടുക്കാറാണ് പതിവ്. ഇന്നലെയൊക്കെ അങ്ങനെയാണ് കണ്ടത്. ഇന്നിപ്പോൾ നമ്മളെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലാണ് വിട്ടിരിക്കുന്നത്. നമ്മൾ മിക്കവാറും ഇവിടെ മറ്റേ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരുന്നവരിവിടെ കിടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടെ നമ്മുടെ സിംഗിൾ ലൈനാണല്ലോ. നമ്മളങ്ങനെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് 2-3 മിനിറ്റായി. നമുക്കിതുവരെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് ക്രോസ് ചെയ്യാൻ ഇൻ്റർസിറ്റി ഇതുവരെ ആലപ്പുഴ പോലും എത്തിയിട്ടില്ല. അപ്പോൾ അവൻ ആലപ്പുഴ വന്ന് നിർത്തിയെടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ എന്താ സംഭവം എന്നറിയില്ല. ഏറനാട് ആലപ്പുഴ എത്തിയതായിട്ടാണ് വേറസ്മ ട്രെയിൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ കാത്തു നിർത്തി നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് കടന്നു വരികയാണ്. ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് 16341. ഈ ട്രെയിൻ ഒരു പ്രാവശ്യം ഞാനൊരു N20 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ മുതൽ തിരുവനന്തപുരം വരെ. അന്നത് LHB അല്ലായിരുന്നു, അത് IC ഫ്രേക്ക് ആയിരുന്നു. റോയപുരത്തിന് 30575 ആണ് ലോക്കോ. ഇതാണ് 16341 ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. പിന്നെ 2 AC ചെയർക്കാറുണ്ട്, C1 C2. ഹോപ്പ്ഫുള്ളി അവരത് പെർമനൻ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം 2 AC ചെയർക്കാർ ഈ വണ്ടിക്ക് വേണം. ഇതൊരു പുതിയ റേക്കാണ്, ഇത് 2026 ബിൽഡ് റേക്കാണിത്. റീസെൻ്റ്ലി ഇതേ റേക്ക് ഉപയോഗിച്ച് അവർ താമ്പരം ട്രിച്ചി ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ റേക്കാണ് ഈ സെറ്റിലത്തെ. ഇതൊരു കമ്മ്യൂട്ടർ ട്രെയിനാണ്. രാവിലെ തിരുവനന്തപുരത്തും മറ്റും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നൊരു കമ്മ്യൂട്ടർ ട്രെയിനാണ്. അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും വണ്ടിയിൽ എപ്പോഴും. ഇന്ന് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ നമ്മുടെ വന്ദേ ഭാരത് അല്ലാണ്ടുള്ളൊരു ഫാസ്റ്റ് ഓപ്ഷനാണ് ഈ വണ്ടി.
അതുകൊണ്ട് തന്നെ ഇതിന് ചേർക്കാനും ടിക്കറ്റ് ഇടാനും എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം വന്ന സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഉടനെ ക്ലിയറൻസ് കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചധികം നേരം നമ്മളിവിടെ കിടന്നു. കുഴപ്പമില്ല, ഇഷ്ടംപോലെ സ്ലാറ്റുള്ള ഷെഡ്യൂൾ ഇവിടെ 8:15 എറണാകുളമൊക്കെ മതി. നമുക്ക് സ്റ്റാർട്ടർ കാണാൻ പറ്റുന്നില്ല, പക്ഷേ അവിടെ നമ്മുടെ ലോക്കോ പൈലറ്റ് പച്ചക്കൊടിയും കൊണ്ട് നിൽക്കുന്നത് മാത്രം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. ഇൻ്റർസിറ്റിയും പുറപ്പെടുകയായി. കേരളത്തിന് ഉള്ളിൽ ഓടുന്ന ഇൻ്റർസിറ്റി ടൈപ്പ് ട്രെയിനുകളിൽ ഇനിയിപ്പോൾ വഞ്ചിനാട് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി, ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്, പരശുരാമ ഏറനാട് മാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി 6 വണ്ടികൾ ഇനി മാറാനുണ്ട്. അതിൽ പരശുരാം എക്സ്പ്രസ്സിനുള്ള റേക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. പരശുരാം എക്സ്പ്രസ്സിനുള്ള റേക്ക് ടേൺ ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറനാട് ഇൻ്റർസിറ്റി സെറ്റിന് റേക്ക് വന്നിട്ടില്ല, കാര്യം അതിന് 3-4 റേക്ക് അങ്ങാണ്ട് വേണം. പരശുരാമിന് 2 റേക്ക്, അതിപ്പോൾ ടേൺ ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ വഞ്ചിനാട് ഗ്രൂപ്പിനും 4 റേക്ക് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡബിൾ ലൈൻ ടെറിട്ടറിയിൽ നിന്ന് സിംഗിൾ ലൈൻ ടെറിട്ടറിയിലോട്ട് വരികയാണ്. ഇതൊരു ചെറിയ ദൂരം, നമ്മൾ എന്താ പറയുന്നത്, എറണാകുളം എത്തുന്നവരെ മാത്രമാണ് ഈ സിംഗിൾ ലൈൻ ടെറിട്ടറി ഉള്ളത്. എറണാകുളം എത്തുന്നവരെ മാത്രം എന്ന് പറയുമ്പോൾ ഒരു 60-68 കിലോമീറ്റർ നമുക്ക് സിംഗിൾ ലൈനാണ് ഇനി. ഇതിനകത്ത് എറണാകുളം കുമ്പളം വർക്ക് നടക്കുന്നുണ്ട്. കുമ്പളം തുറവൂർ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ അമ്പലപ്പുഴ ആലപ്പുഴ ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്, വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. അതുപോലെ ആലപ്പുഴ മാരാരിക്കുളം വർക്ക് പെൻഡിങ് ആണെന്ന് തോന്നുന്നു. മാരാരിക്കുളം ടു നമ്മുടെ തുറവൂർ കഴിഞ്ഞിട്ട് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തുന്നു. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ നമ്മളെ ലൂപ്പിൽ കയറ്റി മസാലാക്കുന്നില്ല. അത്യാവശ്യം ലേറ്റായി. 6:50 സംതിങ്ങിനോട് എത്തണ്ടായിരുന്നു. മണി 7:11 എക്സാക്റ്റ് ടൈം ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം. നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തൊട്ടുപുറകെ വരേണ്ട ആലപ്പുഴ എറണാകുളം മെമു മിക്കവാറും അപ്പുറത്തെ സൈഡ് കിടക്കുന്നുണ്ടാവും. ആലപ്പുഴ സ്റ്റേഷനിൽ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. പകുതി ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ മര്യാദയ്ക്ക് സൈൻ ബോർഡ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിന് കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. അതിന് പരിഹാരമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇതാണ് അവിടെ ഡിജിറ്റൽ സൈൻ ബോർഡ് വർക്ക് ചെയ്യുന്നില്ല. ഈ ഡിജിറ്റൽ സൈൻ ബോർഡിന് ഈക്വലൻ്റ് ആയിട്ട് എന്നാൽ ഫിക്സ്ഡ് ഡിസ്പ്ലേസ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്താമത്തെ കോച്ചെന്ന് അറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് പഴയ ബോർഡറും ബാക്കിയുണ്ട്. അത് 13 അപ്പോൾ ഇത് 12 ആയിരിക്കണം. അത് 13 ടുവേർഡ്സ് ട്രിവാൻഡ്രം. ഇത് 14ാമത്തെ കോച്ച് ടുവേർഡ്സ് ട്രിവാൻഡ്രം ആയിരിക്കണം. കഴിഞ്ഞ വർഷം വന്ദേ ഭാരത് കയറാൻ വരുമ്പോൾ ഇതേ കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് ഞാൻ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും നോക്കുന്നുണ്ട്, സൈഡിൽ എവിടെയും കാണാനില്ല. സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു, പക്ഷേ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല. ഈ കിടക്കുന്നതാണ് എറണാകുളത്തേക്ക് പോകേണ്ട മെമു, ആലപ്പുഴ എറണാകുളം മെമു. ഇതേ മെമു ആണ് ഇനി വൈകുന്നേരം നിലമ്പൂർക്ക് പോകാൻ പോകുന്നത്. ഷൊർണൂർക്കും പിന്നെ അവിടെ നിലമ്പൂർക്കും പോകാൻ. നമ്മുടെ സ്റ്റാർട്ടറായി. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം 7:15. ഇവിടുന്ന് 6:55 പോകണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ 20 മിനിറ്റ് ലേറ്റാണ്.
നമ്മൾ അമ്പലപ്പുഴ ഒരു ഏകദേശം ഓൺ ടൈം ആയിരുന്നു. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ലേറ്റ് ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ കിടന്നാണ് വണ്ടി ഇത്രയും ലേറ്റ് ആയത്. 20 മിനിറ്റ് ലേറ്റാണ്. നമുക്ക് ചേർത്തലൊരു സ്റ്റോപ്പുണ്ട്, പിന്നെ നമുക്ക് എറണാകുളത്ത് സ്റ്റോപ്പുണ്ട്. എറണാകുളത്തു നിന്നുള്ള മെമു, എറണാകുളം ആലപ്പുഴ മെമു 7:50 എറണാകുളത്ത് നിന്ന് പുറപ്പെടുള്ളൂ. അപ്പോൾ മിക്കവാറും നമ്മൾ അപ്പോഴേക്കും നമ്മൾ കുമ്പളത്ത് വല്ലതും വെച്ച് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇവിടെ ഒന്നും എവിടെയും ബോർഡുകളില്ല, കണ്ടോ? എവിടെയും ബോർഡുകളില്ല കോച്ച് പൊസിഷൻ കാണിച്ചുകൊണ്ട്. കോച്ച് പൊസിഷൻ ബോർഡ് ഉണ്ടെന്നാണ് തിരുവനന്തപുരം ഡിവിഷൻ അവകാശപ്പെടുന്നത്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു സൈഡ് വാളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ ആകെ ഒരു സ്ഥലത്ത് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, വേറെ എപ്പോഴും എഴുതിയിട്ടില്ല ഇവർ സൈഡ് വാളിൽ. ഭയങ്കര മോശമാണ് അത്. എന്നിട്ട് ആ കള്ളം വിളിച്ചു പറയാനുള്ള ഒഡാസിറ്റിയാണ് എനിക്ക് സമ്മതിക്കാൻ പറ്റാത്തത്. അപ്പം നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ചേർത്തലയാണ് സ്റ്റോപ്പ്. ഞാൻ കുറച്ച് നേരം പോയി കിടക്കാൻ പോകണം. ചിലപ്പോൾ ചേർത്തല കാണിക്കില്ല. ചേർത്തല എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുമ്പളം മുതൽ അങ്ങോട്ടുള്ള ഡബ്ലിംഗ് ഒന്ന് തുറവൂർ മുതലുള്ള ഡബ്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലെ പാൻട്രി കാറിൽ ആദ്യത്തെ ഐറ്റം മേടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉപ്പുമാവാണ് മേടിച്ചതിൻ്റെ കൂടുതൽ 9 പിക്കിളൊക്കെ തന്നിട്ടുണ്ട്. ഉപ്പുമാവും ബ്രെഡ് ഓംലെറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ ഉപ്പുമാവ് മേടിച്ചേക്കാൻ വെച്ചു. കാണാൻ നല്ല ഭംഗിയുണ്ട് ഉപ്പുമാവ്. സംഭവം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഉപ്പുമാവാണ്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം നിർത്തിയതിന് കുറച്ച് സമയങ്ങളിൽ ലാഭിക്കായിരുന്നു. അതും പോയി. അപ്പം നമ്മൾ ജസ്റ്റ് തുറവൂർ സ്റ്റേഷൻ എത്തുകയാണ്. ഇവിടെ ഡബ്ലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്, കണ്ടോ? ഈ റൈറ്റ് സൈഡിലുള്ള എർത്ത് വർക്ക് മൊത്തം ഡബ്ലിങ്ങിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ വർക്ക് സ്റ്റാർട്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതൊരു ജനശതാബ്ദിക്ക് മുമ്പ് ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ കൈതപ്പുഴ കടക്കുന്നു. ആ കാണുന്ന നാഷണൽ ഹൈവേ പാലമാണ്. ലെഫ്റ്റ് സൈഡിലാണ് പുതിയ റെയിൽവേ പാലം വരുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ, അതായത് ജനശതാബ്ദി എക്സ്പ്രസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാര്യം ഇന്നലെ ഇന്നോടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്ഡേറ്റ്സിനും. നമ്മളെ കുമ്പളത്ത് ക്രോസിങ്ങിന് പിടിച്ചിടാൻ ഇതുണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു.
ഈ ആലപ്പുഴ റൂട്ടിൻ്റെ ഒരു വലിയ കുഴപ്പം ഇതാണ്, ഈ ക്രോസിങ് നമ്മൾ കിടന്നേ വരുള്ളൂ. അതിന് ഡബിളിങ് തീർന്നു കഴിയുമ്പോൾ ഈ റൂട്ട് സൂപ്പർ ഫാസ്റ്റ് ആവും. അപ്പം നമ്മളങ്ങനെ കുമ്പളം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ സ്റ്റേഷനാണിത്. സ്റ്റേഷൻ ബിൽഡിംഗ് ഇപ്പോൾ തന്നെ വലുതാക്കി പണിയുന്നതാണ് കേട്ടോ. അതിനിപ്പോൾ ഡബിളിങ് കഴിയുമ്പോൾ ഇവിടെ കുറേ വ്യത്യാസങ്ങൾ വരും. അതിനുള്ള ഇതാണ് ഈ കാണുന്നത്. ഇതാണ് കുമ്പളം സ്റ്റേഷൻ. ഈ കാണുന്നതാണ് പഴയ സ്റ്റേഷൻ. അപ്പം നമ്മളങ്ങനെ കുമ്പളം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ മെമു അവിടെ നിന്ന് പുറപ്പെടാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. കാര്യം ഏറനാട് എക്സ്പ്രസ് അല്പം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഏറനാട് എക്സ്പ്രസ് കയറിയിട്ടാണ് അവൻ പുറപ്പെട്ടത്. ഏറനാട് എക്സ്പ്രസ് 7:54 എറണാകുളം സൗത്തിലെത്തിയെന്നാണ് വേറസ്മ ട്രെയിൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും മെമു. ഇപ്പോൾ സമയം 8:05. എത്തേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരം പോസ്റ്റ് ആക്കേണ്ട മെമു ഇതാ വരുന്നുണ്ട്. ഈ റൂട്ടിലെല്ലാം 16 കാർ മെമു ആണെന്നൊക്കെ വലിയ തള്ളിയിട്ട് ഓടുന്ന 12 കാർ മെമു ആണിത്. അത് മാവടി നിന്ന പഴയ സാധനം 048156 2004 ബിൽഡ് സാധനമാണ്. ഇതാണ് ഈ റൂട്ടിൽ പോകുന്നത്. കൊങ്കൺ റെയിൽവേ ആണെങ്കിൽ പിന്നെ ഉള്ളിൽ നമുക്ക് ക്ലിയറൻസ് കിട്ടിയാണ്. നമ്മളിപ്പോൾ അനങ്ങി തുടങ്ങിയാണ്. ഇവിടെ റേക്ക് ഫുള്ള് പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞിട്ട് അവരിവിടെ നമുക്ക് സ്റ്റാർട്ട് തരുള്ളൂ. എറണാകുളം ആലപ്പുഴ മെമു എത്തി. അപ്പം നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ റൈറ്റ് സൈഡിൽ ഷണ്ടിങ് ലൈനാണ്. അപ്പോൾ അങ്ങനെ എറണാകുളം ജംഗ്ഷനിലോട്ട് പ്രവേശിക്കുന്നു. ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരിക. പ്ലാറ്റ്ഫോം 1 പോകുന്നത്. നമുക്കിപ്പോൾ ചേഞ്ച് നമുക്ക് ഈ ആടെന്ന് കണ്ടേക്കാം. കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പ്ലാറ്റ്ഫോം എൻട്രി തന്നെ കാണിക്കുന്നത്. ഇവിടെ എക്സ്ട്രീം റൈറ്റ് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 6. ഇതിനപ്പുറത്തൊരു അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കാണാം. അത് ഈ പുതിയ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിലോട്ട് കയറുന്നു. ഇവിടെ ആയിട്ട് ഇതിൽ എറണാകുളം വേളാങ്കണ്ണിയുടെ റേക്കാന്ന് തോന്നുന്നു. എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്കിലി എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. ഇതിന്ന് ഉച്ചയ്ക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകും. ഈ ട്രെയിൻ ട്രൈ വീക്ക്ലി ആക്കാൻ അപ്രൂവലായിട്ടുണ്ട്. പക്ഷേ 3rd സർവീസിൻ്റെ റൂട്ടിനും ടൈമിങ്ങിനും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എറണാകുളത്തിന് 12606 കിടക്കുന്നു. തൊട്ടിപ്പുറത്തായിട്ടൊരു വാഗണൻ കിടക്കുന്നുണ്ട് ലുധിയാനയുടെ 32329. ഇവിടെ 1-2 സ്പെയർ കോച്ചസും ഒരു സ്പെയർ കോച്ചും 2 VPUം കിടക്കുന്നു. HCPV. ഇതാണ് ഇപ്പോഴത്തെ സ്പാർട്ട് സൈഡിങ് അഥവാ ആക്സിലറി ലിഫ്റ്റ് ട്രെയിൻ സൈഡിങ്. ഇത് കാരണം പ്ലാറ്റ്ഫോം നമ്പർ 2 നീളം കുറവാണ്. അപ്പോൾ ഇത് പുതിയ ലൊക്കേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 2 നീളം കൂട്ടാൻ പറ്റും. പുതിയ സ്പാർട്ട് സൈഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ജനശതാബ്ദി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മംഗള എക്സ്പ്രസിൻ്റെ റേക്ക് കിടക്കുന്നു. നമുക്കിവിടെ വാട്ടറിംഗ് ഉണ്ട്. വാട്ടറിങ്ങിലെ സ്റ്റാഫ് എനിക്ക് കാണാം. ഇന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2 ഇന്ന് ഇൻ്റർസിറ്റി റേക്ക് പിടിച്ചില്ല. അതിപ്പോൾ പിടിക്കുമായിരിക്കും മിക്കവാറും. ഇവിടെ നിൽക്കുന്ന സമയത്ത് മിക്കവാറും റേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ അതേ സമയം 8:25. നമ്മൾ നല്ലോണം ലേറ്റായി. 10 മിനിറ്റിന് വരെ ലേറ്റാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. പ്ലാറ്റ്ഫോം ഒന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം.
നമ്മൾ പ്ലാറ്റ്ഫോം 1-ലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടായി. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:26 മറ്റോ ആയി. കയ്യിലൊരു കാപ്പി ഉള്ളതുകൊണ്ട് വാച്ച് തിരിച്ച് നോക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഹൈറ്റ് വെക്കാനുള്ള ചെറിയ പണികളാണ് നടക്കുന്നത്? ചങ്ങല വലിച്ച് ആരോ ചങ്ങല വലിച്ചാണ്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 2 എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയുടെ റേക്ക് കയറി വരുന്നുണ്ട്. WDM 3A. ഇതിന് നമ്പർ മാറ്റി ഇപ്പോൾ നോൺ സൂപ്പർ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് സ്റ്റാർട്ടർ മാറ്റിയായിരുന്നു ഒരു സംശയം കേട്ടോ. സ്റ്റാർട്ടറിൽ അഡ്വാൻസ് ഇല്ല, നമ്പറിന് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറപ്പെട്ടിട്ടില്ല, എത്ര നേരം കിടക്കുന്ന അറിയില്ല. ബ്രേക്ക് ഇപ്പോൾ വീണ്ടും ചാർജ് ആയി. ഇപ്പോൾ സൗണ്ട് കേൾക്കണ്ടായിരുന്നു ബ്രേക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെടുമെന്ന് തോന്നുന്നു. മീനുവല്ല അപ്പുറത്ത് 16378 കൊണ്ടുള്ള വാപ്പ് 7 ഒന്ന് ചാർജ് എടുത്തു. അതേതാ ലോക്കൊന്ന് നമുക്ക് പോകുമ്പോൾ കാണാം. ഇപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും വളരെ ചാണ് നമ്മൾ ഓവർടേക്ക് ചെയ്തല്ലോ. ഫൈൻ നമ്മൾ വീണ്ടും വിടുകയായി. ബാക്കിൽ നിന്ന് പൊടി വീശുന്നുണ്ട്. നമ്മൾ വീണ്ടും എടുത്തു. അപ്പം ഇനി നമുക്ക് അടിച്ച് പറത്തിപ്പോൾ അങ്ങനെ അപ്പുറത്ത് നമ്മുടെ വാപ്പ് 7 ഒന്ന് കണ്ടേക്കാം. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിനും കയറി വരുന്നുണ്ട്. വേഗം ഇറങ്ങിയ വണ്ടി ഏതാണ് കാണാമായിരുന്നു. അത് മിക്കവാറും ചെന്നൈ ആലപ്പുഴ ആയിരിക്കണം. രണ്ട് AC ചേർക്കാറുണ്ട് ഇത് LHB ആക്കിയ. പിന്നെ 2 അല്ല, ശരിക്കും 3-നുള്ള ലോഡുണ്ട് ഈ വണ്ടിക്ക്. 2 ഉണ്ടല്ലോ അതിൻ്റെ ഭാഗ്യം. പണ്ട് ഒരു AC ചേർക്കാറായിരുന്നു, അതിന് ഒരിക്കലും ടിക്കറ്റും കിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷന് പുറത്തിറങ്ങുന്നു. ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ 37482 ആണ് ഇന്ന് ഇൻ്റർസിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പുറത്തോട്ട് കയറി വരുന്ന റോയപുരത്തിന് 39082 ആണ് ലോക്കോ. ഞാൻ പറഞ്ഞ തന്നെ ചെന്നൈ സെൻട്രൽ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റാണ്. ഈ ചെന്നൈ സെൻട്രൽ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിന് ഒരു end-to-end ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണം. അത്യാവശ്യം പുതിയ കോച്ചുകളാട്ടോ, അത്ര പഴയതൊന്നുമല്ല. സ്ലീപ്പർ ഇപ്പോൾ 226 AC കണ്ടിട്ട് പഴയതുപോലെ ഉണ്ട്. 18, 20, 19, ഇത് 25 2 tier. ഫസ്റ്റ് AC കം 2 tier 20. AC കോച്ചസൊക്കെ പഴയതാണ്, ബാക്കിയൊക്കെ അത്യാവശ്യം പുതിയ കോച്ചസാണ്. അണ്ടർ സൈഡൊക്കെ പുത്തൻ കോച്ചാണ്. ജനറേറ്റർ റണ്ണിങ് ആണ്, എന്ത് പറ്റിയാവും. ഇതാണ് നമ്മളിവിടുത്തെ ലോണ്ട്രി. നമ്മളങ്ങനെ എറണാകുളത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആക്ച്വലി നമ്മുടെ ഈ സർക്കസിനിടയ്ക്ക് പെട്ടുപോയത് പാലരുവിയാണ്. പാലരുവി സീ ക്യാബിനിലൊന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്തെല്ലാം അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ടൗണിൽ കയറാൻ പറ്റും. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടായിരുന്നു, അത് പോയി. വന്ദേ ഭാരത് എക്സ്പ്രസ് ഏകദേശം ആലുവ എത്താറായി. നേരത്തെ നോക്കിയപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ശരിക്കും നമ്മൾ കറക്റ്റ് ടൈമിന് ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വന്ദേ ഭാരത്തിന് മുന്നേ ടൗൺ പാസ് ചെയ്ത് പിന്നെ വന്ദേ ഭാരത് നമ്മൾ ഓവർടേക്ക് ചെയ്തേനെ. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് വന്ദേ ഭാരത്തിന് കൃത്യസമയത്ത് വരികയും കൂടി ചെയ്തതുകൊണ്ട് അവൻ തന്നെ ആദ്യം പോയി. എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, എന്നാലും ഇപ്രാവശ്യം പറഞ്ഞേക്കാം. കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ലൈൻ ഇതാണത്, എറണാകുളം കോട്ടയം ലൈന്. എക്സ്ട്രീം റൈറ്റിലുള്ളത് ഷണ്ടിങ് ലൈനാണ്. സ്റ്റാഫ് നിൽക്കുന്ന ഷണ്ടിങ് ലൈനിലാണ്.
അപ്പോൾ ഇതാണ് കോഡ് ലൈന്. അതായത് എറണാകുളം ഭാഗത്തുനിന്ന് വന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ ഉപയോഗിക്കുന്ന കോഡ് ലൈൻ ഇതാണ്. ഈ ലൈനിൽ അങ്ങേ അറ്റത്തായിട്ട് പാലരുവി കിടക്കുന്നുണ്ട്. സി ക്യാബിൻ്റെ അടുത്തായിട്ട്, സി ക്യാബിൻ്റെ അടുത്ത സിഗ്നൽ അവിടെ പാലരുവി കിടപ്പുണ്ട്. നമുക്ക് ഈ സിഗ്നലിൻ്റെ ഇത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പാലരുവി വേണേൽ കയറ്റി വെക്കായിരുന്നു അവർക്ക് ടൗണിലേക്ക്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ തിരുവനന്തപുരം ഡിവിഷൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് ആലുവയിലാണ്. നമുക്ക് അത്യാവശ്യം ക്രോസിങ്സ് ഉണ്ടാവും. എറണാകുളം ടൗണിൽ ഒരു വാഗണൈൻ ഇറങ്ങി വരുന്നുണ്ട്. ലൈറ്റാണോ റേക്കോലുണ്ടോ എന്നറിയില്ല. ലൈറ്റാണ്. ഒന്നല്ല, ട്വിൻസ് ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ നോർത്ത് സ്റ്റേഷനിലോട്ട് കയറുകയാണ്. നോർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം ടൗൺ സ്റ്റേഷൻ. ഇപ്പോഴത്തെ പാലരുവിക്കുള്ള യാത്രക്കാരാണ് നീ വെയിറ്റ് ചെയ്യുന്നത്. കാര്യം അതല്ലാണ്ട് ഇപ്പോൾ ഉടനെ വേറെ വണ്ടിയൊന്നും എൻ്റെ അറിവിലില്ല. പിന്നെ വേണാടെ വരാനുള്ളൂ. അത് വരാൻ ഇനി സമയമെടുക്കും. ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്ക് ഇവിടെ സ്റ്റോപ്പും ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് നിർത്തിയിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ എറണാകുളം ടൗൺ കഴിഞ്ഞു. എടപ്പള്ളിയിൽ നോക്കുക, അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട്. സിഗ്നൽ റെഡാണ്. ഏതോ ഒരു പതുക്കെ പോകുന്ന വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഏറനാടൊക്കെ പാസ് ചെയ്ത് പോയി. വി പോയി. അല്ല ഫ്രൈറ്റ് എല്ലാം ഇടയ്ക്ക് അവരൊക്കെ വിന് പുറകെ ഒരു ഫ്രൈറ്റും എല്ലാം കയറ്റി വിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും എന്തോ ഒരു വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. മീൻമേൽ ഇവിടെ എടപ്പള്ളി സ്റ്റേഷനിൽ ഒരു വാപ്പൂർ ഹോൾഡ് ട്രെയിൻ കയറി വരുന്നുണ്ട്. അത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ആവാനാണ് സാധ്യത. ഈ റോഡിൻ്റെ 22999 ആണല്ലോ വാപ്പൂർ. ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണ്. SMVT ബംഗളൂരു ട്രിവാൻഡ്രം നോർത്ത് സ്പെഷ്യലായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു സമ്മറിൽ തുടങ്ങിയ സ്പെഷ്യലാണത്. അത് ദൈവം എന്താ പറയുക, ശരിക്കും നല്ലൊരു അനുഗ്രഹം പോലെ അങ്ങനെ തുടർന്ന് വരികയാണ്. അത് ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ സർവീസ് ഉണ്ടത്. തുടങ്ങിയപ്പോൾ ആഴ്ചയിൽ 1 ദിവസമായിരുന്നു. ഇപ്പോൾ ആഴ്ച 3 ദിവസം സർവീസ് ഉണ്ട്. സിംഗിൾ റേക്കാണ്. അത് എന്തുകൊണ്ട് പെർമനൻ്റ് ആക്കുന്നില്ല മനസ്സിലാവുന്നില്ല. പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. കളമശ്ശേരി സ്റ്റേഷനിലെ പുതിയ ഗുഡ്സ് അൺലോഡിംഗ് സൈഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു.
പോകുന്ന ലൈനാണ് NAD പോകുന്നത്, നാഷണൽ ആർമമെൻറ്റ്സ് ഡെപ്പോയിലോട്ട്, നേവൽ ആർമമെൻറ്റ്സ് ഡെപ്പോയിലോട്ട്. ആ ലൈൻ വഴി ഇപ്പോൾ ട്രെയിനൊന്നും ഓടുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലെത്തുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആലുവ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കണം. അത്ര വലിയ തിരക്കൊന്നുമില്ല, ഡീസൻ്റ് തിരക്കുണ്ട്. ഒമ്പത് 13 നമ്മളെത്തി. 15 പുറപ്പെടും. ഞാനിനി പെരിയാറൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. അവിടെ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ, അടുത്ത ക്രോസിങ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരാം. അപ്പോൾ അങ്ങനെ ആലുവ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇപ്പം തന്നെ 1.5 മണിക്കൂർ റോ കണ്ടൻ്റ് ആയി തോന്നുന്നു കേട്ടോ. ഇത് മൊത്തം ഞാൻ ഫസ്റ്റ് ഡേ മൊത്തം ഇങ്ങനെ ഒരു പാർട്ടിലാക്കുന്നത് എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പം നമ്മൾ പെരിയാർ നദി കിടക്കുന്നു. ഫോർ എ ചേഞ്ച് ഇന്ന് ഉള്ളിൽ നിന്ന് കണ്ടാൽ മതി. ഞാൻ ഇന്നലെ പുറത്തുനിന്ന് മറ്റേ സൈഡ് കാണിച്ചായിരുന്നു. നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ കാണാൻ തൽക്കാലം. കുറച്ച് നേരെ ഡോറിൽ നിൽക്കുന്നു, ബോറടിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആകെ ഉപ്പുമാവും മാത്രമേ വരുന്നുള്ളൂ, ഉപ്പുമാവും ഓംലെറ്റും മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് ഇഡ്ഡലി വട മേടിച്ചായിരുന്നു എറണാകുളം സ്റ്റേഷനിൽ നിന്ന്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ അത് 3 ഇഡ്ഡലി, ഒരു വടയും സാമ്പാറും ചട്നിയാണ് തന്നിരിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ സാമ്പാറും ചട്നിയാണുള്ളത്. മീൻമേൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലത്തെത്താണ്, കൊച്ചി എയർപോർട്ട്. അപ്പോൾ അടുത്ത ക്രോസിങ്ങിനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിവൈൻ നഗർ കഴിഞ്ഞു. ഇപ്പോൾ ആദ്യം താമസിച്ച് നമ്മൾ ചാലക്കുടി പുഴ കടക്കും. ഏകദേശം ചാലക്കുടി സ്റ്റേഷൻ വെച്ച് നമുക്ക് അടുത്ത ക്രോസിങ് ഉണ്ടാവും. ചാലക്കുടി പുഴ. ഇതാണ് ചാലക്കുടി സ്റ്റേഷൻ. ഗാസിയാബാദിന് 30294, പോർബന്ദർ തിരുവനന്തപുരം. അതായിരുന്നു പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുട.
ഒരു തേക്കപ്പെട്ട സുന്ദരി വരുന്നുണ്ട്. പാലക്കാട് എറണാകുളം പിന്നെ അല്പം മുമ്പ് പോർബന്ദർ ഓവർടേക്ക് ചെയ്താണ് പുതുക്കാട് ഇട്ട്. പുതുക്കാട് കിടക്കുന്നു. പുതുക്കാട് സ്റ്റോപ്പൊന്നുമില്ല, സ്റ്റോപ്പ് തൃശ്ശൂരുള്ളൂ. ഇതാണ് കുറുമാലിപ്പുഴ. ഇവിടുന്ന് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത്, അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷനാണ്. നമുക്ക് പഴയ ഓട്ട് ടെർമിനലാണ് ഇവിടെ. പുതുക്കാട് ഓട്ട് ടെർമിനലൊക്കെ ഫേമസ് ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി ഉണ്ടല്ലോ, റോയപ്പുറം. ഗോരഖ്പൂർ തിരുവനന്തപുരം രാപ്തിസാഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഒല്ലൂർ കഴിഞ്ഞ് തൃശ്ശൂരിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. അതിനൊരു വാപ്പ് 7 ആണ്. റോയപ്പുറത്തിന് 303. ഇനി നമുക്ക് എൻ്റെ അറിവിൽ കുറച്ച് അധികം ക്രോസിങ്സ് ഒന്നുമില്ല. നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഫോക്സ്, ഈ പാട്ടത്തെ വീഡിയോ നല്ല ലെങ്തേ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ അടുത്ത് ഏകദേശം 7.25 മണിക്കൂറിന് റോ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഞാനിത് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ തൃശ്ശൂർ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. സാധാരണ ചെയ്യാറുള്ള പോലെ 2-3 ദിവസം ആയിട്ടില്ല, നാളെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ റിലീസ് ചെയ്യുന്നതാണ്. മെമ്പേഴ്സിന് ഇപ്പോൾ തന്നെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ എല്ലാ പാർട്സ് വീഡിയോ കണ്ട് സഹകരിക്കാം. അപ്പോൾ ഈ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻറ്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് വഴിയോ സൂപ്പർ താങ്ക്സ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ തൃശ്ശൂർ നിന്ന് ആരംഭിക്കുന്നതാണ്. നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from platform 7. See you again in the next part of this video. Until then, bye bye.